गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः। सरस्वती नमस्तुभ्यं वरदे ज्ञानरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकम्। कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखा वन्दे वाल्मीकिकोकिलम्। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वातात्मजं वानरयूथमुख्यं श्रीरामदूतं शरणं प्रपद्ये। श्रीरामदूतं शिरसा नमामि। श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोस्तुते। नारायणाय नमो नारायणाय नमो നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനം വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. ഹരേ രാമ സുഗ്രീവ രാജ്യാഭിഷേകമാണ്. സുഗ്രീവനോടരുൾ ചെയ്താനന്തരം അഗ്രജപുത്രനാമങ്കജൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹപര്യന്ത ആഹന്ത ചെയ്ക നീ. രാമാജ്ഞയാ തെളിഞ്ഞാശ സുഗ്രീവനും ആമോദപൂർവമൊരുക്കിത്തുടങ്ങിനാൻ. സൗമ്യമായുള്ളൊരു താരയും പുത്രനും
ബ്രാഹ്മണരും അമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഭേരി മൃദംഗാദിവാദ്യഘോഷത്തോടും ശസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത സ്നാത്വാബ്ജഗാമ രഘുസത്തമസന്നിധോ. മന്ത്രികളോടും പ്രണമ്യ പാദാംബുജമന്തർമുദാ പറഞ്ഞാൻ, കവിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണമേ പൂജ്യനാകും നിന്തിരുപടി സാദരം. ദാസനായുള്ളോരടിയനിത്തവ ശാസനയും പരിപാലിച്ചു സന്തതം ദേവദേവേശാദയേ പാദപത്മദ്വയം സേവിച്ചു കൊള്ളുവൻ ലക്ഷ്മണനെ പോലെ. സുഗ്രീവ വാക്കുകളിത്തരം കേട്ടുടനഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘോത്തമൻ, നീ തന്നെ ഞാനതിനില്ലൊരു സംശയം, പ്രീതനായി പോയാലുമാശു മമാജ്ഞയാ. രാജ്യാധിപത്യം നിനക്കു തന്നേനി, പൂജ്യനായി ചെന്നഭിഷേകം കഴിക്കനീ. നൂനമൊരു നഗരം പുകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം. സൗമിത്രിയും അഭിഷേകമാതരാൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ്യാർത്ഥം അഭിഷേച പ്രഭോ. സർവമധീനം നിനക്കു രാജ്യം സഖേ, ബാലിയെപ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. അദ്രിശിഖരേ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യ പ്രഭുതി ചാതുർമാസ്യമാകുലാൽ. പിന്നെ വർഷം കഴിഞ്ഞാൽ അനന്തരമന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്നങ്കിതാനിരിപ്പേടമറിഞ്ഞു വന്നെന്നോട് ചൊൽകയും വേണം മമ സഖേ. അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടും ധാരാത്മജൈ സമം. രാഘവൻ തന്നോടനുജയും കൈക്കൊണ്ട് വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്ന് പരിവുക്ക് അഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികേ സുമിത്രാത്മജൻ. സോദരനോടും പ്രവഷണാഖ്യേ ഗിരൗ സാദരം ചെന്നു കരേറി രഘുത്തമൻ. ഉന്നതമൂർധ്വശിഖരം പ്രവേശിച്ചു നിന്നേ നേരമൊരു ഗഹ്വരം കാണായി. സ്ഫാടികദീപ്തി കലർന്നു വിളങ്ങിന ഹാടകദേശം മണിപ്രഭരോജ്വലം. വാതവരിഷഹിമാ ഹിമാതപവാരണം പാദവ വൃന്ദഫലസമൂല സംജിതം. തത്രൈവ വാസായ രോചയാമാസ സൗമിത്രിണാ ശ്രീരാമഭദ്രൻ മനോഹരൻ. സിദ്ധയോഗീന്ദ്രാദിഭക്തയനം തഥാ മർത്യവേഷം പൂണ്ട നാരായണൻ തന്നെ പക്ഷിമൃഗാദിരൂപം ധരിച്ചന്നഹം പക്ഷീധ്വജനെ ഭജിച്ചു തുടങ്ങിനാൻ. സ്ഥാവരജംഗമജാതികളെ വരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ. രാഘവൻ തത്ര സമാധി വിരതനായി ഏകാന്തദേശേ മരുവും ദശാന്തരേ. ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോട് ചോദിച്ചരുളിടിനാൻ. കേൾക്കയാഗ്രഹം പാരം ക്രിയാമാർഗമാഖ്യാക്കി മോക്ഷപ്രദം ത്രിലോകീപദേ. വർണ്ണാശ്രമികൾക്ക് മോക്ഷതം പോലതു വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ.
നാരദ വ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു. നിത്യം പുരുഷാർത്ഥമെന്ന് യോഗീന്ദ്രന്മാർ ഭക്തിയാ പറയും ഇതെന്നു കേൾപ്പുണ്ടോ ഞാൻ. ഭക്തനായി ദാസനായുള്ളോരടിയനു മുക്തിപ്രദമുപദേശിച്ചരുളണം. ലോകൈകനാഥ ഭവാനരുൾ ചെയ്യിലോ ലോകോപകാരമാകയും ഉണ്ടല്ലോ. ലക്ഷ്മണനേവം ഉണർത്തിച്ച നേരത്ത് തൽക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു. സുഗ്രീവ രാജ്യാഭിഷേകമാണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് അഗ്രജ പുത്രനാം അംഗദൻ തന്നെയും മുന്നിട്ട് സംസ്കാരാദി കർമ്മങ്ങളെ പുണ്യാഹ പര്യന്തമാഹന്ത ചെയ്യുക നീ. അപ്പം അംഗദനോട് പറഞ്ഞിരിക്കൂ, പെട്ടെന്ന് പോയിട്ട് ബാലിയായ നിൻ്റെ അച്ഛൻ്റെ സംസ്കാര കർമ്മങ്ങൾ യഥാവിധി പെട്ടെന്ന് ചെയ്യണം എന്ന് പറയുമ്പം രാമൻ്റെ ആജ്ഞ അനുസരിച്ച് എല്ലാവരും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. യഥാർത്ഥമായ രീതിയിൽ എങ്ങനെയാണോ ഒരുക്കങ്ങൾ അന്ത്യേഷ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന അതേപോലെ എല്ലാവിധമായ അലങ്കാരങ്ങളോടും സംസ്കാര കർമാദി ഭൂഷണങ്ങളാലും അതെല്ലാം ചെയ്തു. അതിനുശേഷം എല്ലാം കഴിഞ്ഞപ്പോൾ സുഗ്രീവൻ വന്ന് രാമനോട് പറയുകയാണ്, ഞാൻ അങ്ങയെ ഭാരം ഏൽപ്പിക്കുക ഈ രാജ്യത്തിൻ്റെ, ഞാൻ ലക്ഷ്മണനെ പോലെ ദാസനായിട്ട് അങ്ങയുടെ കൂടെ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു, ചിരിച്ചോട് പറഞ്ഞു, ഞാൻ അതിനൊന്നും വന്ന ആളല്ല. എനിക്ക് എൻ്റെ ജന്മ ഉദ്ദേശം തന്നെ വേറെയാണ്. എനിക്ക് 14 വർഷം സംവത്സരം വനവാസം എന്നിലാണ് വിധിച്ചിരിക്കുന്നത്. അത് പൂർത്തീകരിക്കാതെ പറ്റില്ല. നിനക്ക് വേണ്ടിയാണ് രാജ്യം ഭംഗിയായിട്ട് കിടക്കുന്നത്. അത് വൃത്തിയായി പരിപാലിക്കണം. ബാലന്മാരെയും ജനങ്ങളെയും സർവ്വജനങ്ങളെയും നല്ല രീതിയിൽ പരിപാലിച്ച് രാജ്യത്തെ നന്നായി രക്ഷിച്ച് നീ കൊണ്ടുപോവുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് അതെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഒരെന്നും പിന്നെ അങ്ങനെ അവരവിടുന്ന് പോകുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു പ്രദേശം, ഒരു ശിഖരം പ്രത്യേകമായിട്ട് കാണുകയാണ്. അപ്പോൾ അവിടെ സ്ഫാടിക ദീപ്തി കലർന്ന് വിളങ്ങിന ഹാടകദേശം മണിപ്രഭരോജ്വലം, വളരെ ഒരു ഉള്ളോട്ടൊരു പ്രത്യേകമായ ഒരു പ്രദേശം അവിടെ കാണുകയാണ്. വാദവരിഷ ഹിമാ തപവാരണം പാദഫല സമൂല സഞ്ചിതം. അപ്പോൾ എല്ലാവിധമായ സുഖസൗകര്യങ്ങളോടും കൂടി ഇരിക്കത്തക്കതായ ഒരു പ്രദേശം അവിടെ കണ്ടു. അപ്പം ശ്രീരാമദേവന് അവിടെ പോയി തപസ്സിരിക്കുകയാണ്. 4 മാസത്തോളം ഉണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മണൻ ചോദിക്കുകയാണ്, ക്രിയാമാർഗ ഉപദേശം ഒന്ന് പറഞ്ഞു തരാമോ? ലോകത്തിലെല്ലാവർക്കും അത് പ്രയോജനപ്പെടും. അത് അങ്ങ് തന്നെ പറയുന്നതാണ് നല്ലത്. വിഷ്ണുപദം പോകുന്നതിന് വേണ്ടി, അതുപോലെ വിഷ്ണു പാരായണം ചെയ്യുന്നതിന് വേണ്ടി നാരദാദി മുനികളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ ക്രിയാമാർഗ ഉപദേശം ഒന്ന് തന്നു കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്. കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിൽ ഓർക്കിൽ അവസാനം ഇല്ലെന്നറിയ നീ. എങ്കിലും ചൊല്ലുവനൊട്ട് സംക്ഷേപിച്ചു നിങ്ങളുള്ളൊരു വാത്സ്യം മുഴുക്കയാൽ തന്നുടെ പുഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കിൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടും മന്ത്രം കേട്ടു സാദരം ആചാര്യപൂർവം ആരാധിക്കമാമെടോ. ഹൃൽക്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമോ ആമെടോ. മുഖ്യപ്രതിമാദികളിൽ എന്നാകിലും അർക്കങ്കലാകിലും അപ്പങ്കിലാകിലും സ്ഥണ്ഡിലത്തിങ്കലും അല്ല ശാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും വേദ തന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാചരാൽ മൃല്ലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം. ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാ വന്ദനാദിയാ നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയേ.
ആചാര്യനായതു ഞാനെന്ന് കൽപ്പിച്ച് പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്യുക ശിലയാം പ്രതിമാസുശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കോ അറിയനി മുഖ്യപ്രതിമാളികൾ അലങ്കാരമൊക്കെ പ്രസാദമെന്നിക്ക് എന്നറിയനീ അഗ്നൗ ജയിക്ക ഹവിഷുകൊണ്ടാതരാലർക്കനെ സ്ഥണ്ടിലത്തിങ്കല ഒന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവർ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യ ഭോജ്യാദികൾ എന്തു പിന്നെ പറയണമോ ഞാനെടോ വസ്രാജിനാക കുശാദ്യങ്ങളാൽ അനസാൽ ആസനമുത്തമമായി അത് കൽപ്പിച്ചു കൊള്ളണം ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്നാവിർമുത ലിപിന്യാസം കഴിക്കണം ചെയ്യുക തത്വന്യാസവും കേശ വാദ്യ ചെയ്യുക മമമൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടെ മുമ്പിൽ വാമേ കലശം വെച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷതഭക്തൈവ സംഭരിച്ചിരണം അർഘ്യവാദ്യപ്രധാനാർത്ഥമായും മധുപർക്കാർത്ഥം ആചമനാർത്ഥം എന്നിങ്ങനെ പാത്ര ചതുഷ്ടയവും വെച്ചുകൊള്ളണം പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കാലാം ജീവസജ്ഞാം തളിതുജ്വാലാം കമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം പിന്നെ സ്വദേഹം അഖിലം ത്വയാ പ്രാപ്തമെന്ന് ഉറക്കേണമിളക്കവും കൂടാതെ അവാഹയേൽ പ്രതിമാതിഷ്ടു മൽക്കാലം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം പാദ്യവും അർഘ്യം തഥാ മധുവർക്കം ഇത്യാദ്യൈ പുനഃ സ്നാനവസ്ത്ര വിഭൂഷണൈ എത്രയുണ്ടുള്ളതു ഉപചാരമെന്നാൽ അതത്രയും കൊള്ളാം എനിക്കെന്നതേ ഉള്ളൂ ആഗമോക്തപ്രകാരേണ നീരാഞ്ജനേ ധൂപദീപൈർനിവേദ്യൈർബഹു വിസ്തരൈ ശ്രദ്ധയാ നിത്യമായി അർച്ചിച്ചു കൊള്ളുകൾ ശ്രദ്ധയാം ഞാനും ഭുരിക്കം അറിയനീ ഹോമാമഗസ്ത്യോക്തമാർഗ കൊണ്ടാനരെ മൂലമന്ത്രം കൊണ്ട് ചെയ്യാമതിന്യേ ഭക്തിയാ പുരുഷ സൂക്തം കൊണ്ടു മാമടോ ചിത്തതാരിങ്കിൽ നിനയ്ക്ക കുമാരാനീ ഔപാസനാഗ്നൗ ചരുണാഹ വിഷാദ സ്വഭാനിധ ചൈക ഹോമം മഹാമതേ തപ്തജാംബുന പുനദപ്രഘ്യം മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം മാമേവ മന്ഹി മധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്യാംബുദോദ്ധമൻ പരിഷാദാനവും പാരിഷദാനം ദാനാംബലിദാനവും ചെയ്ത് ഹോമശേഷത്തെ സമാപയൻ മന്ത്രവിൽ ഭക്ത്യാ ജപിച്ചു ധ്യാനിച്ചു മൗനിയായി വക്രവാസം നാദവല്ലീജലാദിയും തത്വമാദരഗ്രേ അതഗ്രേ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതി ശ്രുതിപാടാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസി മാമുറപ്പിച്ചു വിനീതയാനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്താവാങ്കേ നിധായാനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാദിമുഹുരുത്വാ നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിപ്പിച്ചുടൻ
ആഹാസിംഗലിദ്ധം ദിനമനുപൂജിക്ക മത്സഖേ. ഭക്തിയുക്തനായുള്ള മർത്യൻ മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കൽ ദേഹനാശേ മമ സാരൂപ്യവും വരുമൈഹിക സൗഖ്യങ്ങളെന്തു ചൊല്ലാണമോ. ഇതം വയോക്തം ക്രിയായോഗമുക്തമം ഭക്ത്യാഹ പഠിക്കേതാൻ കേൾക്കതാൻ ചെയ്കിലോ നിത്യപൂജാഫലമുണ്ടായി. അവനെന്നതും ഭക്തപ്രിയൻ അരുൾ ചെയ്താൻ അതു നേരം. ശേഷാം ജാതനാം ലക്ഷ്മണൻ തന്നോട് അശേഷമിതരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ ബലന്മായ അവലംബ്യ ദുഃഖം തുടങ്ങിനാൻ. ഹാ ജനകാത്മജേ സീതേ മനോഹരേ, ഹാ ജനമോഹിനീനാഥേ മമ പ്രിയേ, ഏവമാതിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവന്നു വരാതെ ചമഞ്ഞിതു സൗമിത്രനുടെ വാക്യാമൃതം കൊണ്ടു സൗഖ്യമോടുമരും ചില നേരം. ഹനുമൽ സുഗ്രീവ സംവാദം. ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനമങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു. പവനജനഗ്രേ വണങ്ങി നിന്നേകാന്തമാം കേൾക്ക കവീന്ദ്ര നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവസാദരം. നിന്നുടെ കാര്യം വരുത്തി രഘോത്തമൻ മുന്നേമേ സത്യവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിച്ചീലതേതും എന്നെന്നുടെ മാനസേ തോന്നും നീന്നഹോ. ബാലിമഹാബലവാൻ കവിപുങ്കവൻ ത്രൈലോക്യസമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു. ബലാലവൻ മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തിതോ. രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി താരയുമായിരുന്നേടൂ നീ. എത്ര നാളുണ്ടിരിപ്പിന് ഇങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ. അദ്യവാശോ വാ പരശോ വാ തവ മൃത്യു ഭവിക്കും അതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോട് മുർവീശ്വരൻ പരിതാപേന വാഴുന്നു. നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ. വാനരഭാവേന മാനസക്തനായി പാനവും ചെയ്തു മതിമറന്നന്വഹം രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നിങ്ങനെ. അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം. അഞ്ജനാനന്ദനം തന്നുള വാക്കുകേട്ടഞ്ജസാ ഭീതനായൊരു സുഗ്രീവനും ഉത്തരമായി അവൻ തന്നോട് ചൊല്ലിനാൻ. സത്യമത്രേ നീ പറഞ്ഞത് നിർണയം. ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ പ്രദ്വീഷനാപത്ത് എത്തുകയുമില്ലല്ലോ. സത്വരമെന്നുടെ ആജ്ഞയോടും ഭവാൻ പത്തുദിക്കിങ്കൽ ഏക്കുമയച്ചീരണം. സപ്തദീപസ്ഥിതന്മാരായ വാനരസത്തമന്മാരെ വരുത്തുവാനായി ദ്രുതം നേരെ 10,000 കവിവീരരെ പാരാതയക്ക സന്ദേശപത്രത്തോടും. പക്ഷത്തിനുള്ളിൽ വരണം കപികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വധ്യനല്ല അവൻ അതിനുള്ളൊരു സംശയം. വധ്യന അവനിതിനുള്ളൊരു സംശയം. സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ. അഞ്ജനാപുത്രനോടിദ്ധം നിയോഗിച്ച് മഞ്ജുള മന്ദിരം ബുക്കരും നേടിനാൻ. ഭർത്തൃനിയോഗം പുരസ്കൃത്യ മാരുതപുത്രനും വാനരസത്തമന്മാരെയും 10 ദിക്കിനും അയച്ചാൻ. അഭിമതദത്തപൂർവകം കവീന്ദ്രന്മാരുമന്നേരം വായുവേഗപ്രചാരേണ കവികുല നായകന്മാരെ വരുത്തുവാനായി മുതാ പോയതു. ദാനമാനാദി തൃപ്താത്മനാ
മനുഷ്യകര്യാർത്ഥമാ അതിദ്രുതം. ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നത് സംസ്കാരാദി കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം ക്രിയാമാർഗം ഉപദേശിക്കാൻ പറഞ്ഞു. അപ്പോൾ ക്രിയാമാർഗം ഉപദേശിക്കുമ്പോൾ വളരെ അത് വായിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അർത്ഥവത്തായ കുറേ വിഷയങ്ങളുണ്ട്. എങ്ങനെയാണ് ക്രിയാമാർഗങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതിൻ്റെ, അത് യുക്തിപൂർവ്വം ചെയ്യാം. പിന്നെ അവസാനം പറയുന്നത് ഭജനത്തിലൂടെയും ചെയ്യാം എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാദരം ആചാര്യപൂർവ്വം ആരാധിക്കാമിടും. അപ്പം ദ്വിജത്വം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈശ്വര ഭജനത്തിൻ്റെ ആവശ്യം വരുന്നത്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാവിധമായ കർമ്മങ്ങളും ചെയ്യാനുള്ള ഒരു ഉപദേശമാർഗം കൊടുത്തു. അത് കഴിഞ്ഞ് സുഗ്രീവനും ഹനുമാനും തമ്മിലുള്ള സംഭാഷണമാണ്. ഹനുമാൻ പറയുകയാണ്, ശ്രീരാമചന്ദ്രൻ ആദ്യമേ തന്നെ നമ്മൾ തമ്മിലുള്ള സഖ്യത്തിൽ, അതായത് ശ്രീരാമ സഖ്യം നടന്നു കഴിഞ്ഞപ്പോൾ എന്താണോ നിനക്ക് ആവശ്യമുള്ളത് അത് മുന്നേ തന്നെ ചെയ്ത് കഴിഞ്ഞു തന്നു. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ്റെ ആവശ്യം എന്താണ്, ആ ശ്രീരാമസ്വാമിയുടെ ആഗ്രഹം എന്താണെന്നുള്ളത് അറിയാം. അത് ആ ആവശ്യം പൂർത്തീകരിക്കുകയാണ് അടുത്ത നമ്മുടെ ലക്ഷ്യം. നീ ഇങ്ങനെ ഇവിടെ ഇരുന്ന് സുഖിച്ചു വാണിട്ട് കാര്യമൊന്നുമില്ല, അത് വളരെ ദുഷ്കരമായി മാറും. അതുകൊണ്ട് പെട്ടെന്ന് എത്രയും തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളും നടത്താൻ പറയുന്നു 7 ദിക്കിലേക്കും 10 ദിക്കിലേക്കെങ്കിലും പെട്ടെന്ന് സത്വരം എന്നുടെ ആജ്ഞയോടും ഭവാൻ 10 ദിക്കെങ്കിലും അയച്ചിടണം സപ്തദീപ സ്ഥിതന്മാരായ വാനരസത്തമന്മാരെ വരുത്തുവാനായത്. അപ്പം എല്ലാ ദിക്കിലുമുള്ള 10 ദിക്കിലേക്കും അവരുടെ ആളുകളെ അയക്കുക പെട്ടെന്ന്. അപ്പം എന്നിട്ട് സുഗ്രീവൻ പെട്ടെന്ന് പറഞ്ഞിട്ട് ആളുകളെ അയച്ചിട്ട് എല്ലാ സ്ഥലത്തും ഒന്നും വാനരന്മാരിവിടെ വരട്ടെ, എന്നിട്ട് അവർക്ക് കത്തുകൾ കൊടുത്ത് വിടുകയാണ്. നിങ്ങളുടെ ഉദ്ദേശം ഇന്നതായിരിക്കണം, സീതാദേവി അന്വേഷണത്തിന് ആയിട്ട് പോകണം, എന്നിട്ട് നല്ല രീതിയിലുള്ള അനുകൂലമായ ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വധശിക്ഷ തന്നെ കിട്ടുന്നതായിരിക്കും എന്നുള്ള രീതിയിലാണ് പത്രം കൊടുത്തു വിടുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചെയ്യുന്ന ഒരു കർമ്മമാണ് സുഗ്രീവൻ്റെ രാജ്യാഭിഷേകം. അപ്പം അന്നത്തെ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെയൊക്കെ ഒരു പ്രത്യേകതയാണ്, ഒരു കാര്യം ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം വളരെ കാര്യപ്രസക്തമായി ചെയ്യിപ്പിച്ചുണ്ടായിരുന്നു എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം. ശ്രീരാമൻ്റെ വിരഹത. ശ്രീരാമനും പർവ്വതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധോ താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ, പാപമയ്യോ മമ കാൺക കുമാര നീ, ജാനകീദേവി മരിച്ചിതോ പുത്രജിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ, നിശ്ചയിച്ചേതുമറിഞ്ഞീല അതുമില്ലല്ലോ കശ്ചിൽ പുരുഷൻ എന്നോട് സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്ന് ചൊല്ലിയിടുകിൽ, കേവലയും എത്രയും ഇഷ്ടനിവൻ മമ എങ്ങാനും ഉണ്ടിരിക്കുന്നതെന്നാകിൽ ഞാൻ ഇങ്ങ് ബലാൽ കൊണ്ടുപോരിവൻ നിർണയം. ജാനകീദേവിയെ കട്ട കള്ളൻ തന്നെ മാനസ കോപേന നഷ്ടമാക്കിയിടുവൻ, വംശവും കൂടെ ഒടുക്കുന്നതുണ്ട് സംശയം ഏതും അതിനില്ല നിർണയം. എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാനെന്നിനി കാണുന്നു വല്ലഭേ, ചന്ദ്രാനനെ നീ വിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായതു. ചന്ദ്ര ശീതാംശുക്കളാൽ അവളെ ചെന്ന് മന്ദമന്ദം തലോടിത്തതാ വന്നു തടവീടുക എന്നെയും സാദരം, നിന്നുടെ ഗോത്രതയല്ലോ ജനകജ. സുഗ്രീവനും ദയാഹീനനത്രേ തുലോം ദുഃഖിതന്നാം, എന്നെയും മറന്നാനല്ലോ നിഷ്കണ്ഠകം രാജ്യമാശു ലഭിച്ചവൻ. മൈക്കണ്യമാരോടും കൂടെ വിവാനിശം മദ്യപാനാസാക്ത ചിത്തനാം കാമുകൻ, വ്യക്തം കൃതഘ്നനത്രേ സുഭിത്രാത്മജ വന്നു
സൽക്കാരമെന്നത് കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞ വണ്ണം സഖേ. അന്വേഷണം ചെയ്തു സീത ആധിവാസവും ഇന്നേടം എന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാം. എന്നെ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം. ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ട് സുഗ്രീവനോർക്ക നീ. കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജമാർഗം ഗമിക്കണമെന്നിനി സുഗ്രീവനും. അതിനില്ലൊരു സംശയം. യുദ്ധമരുൾ ചെയ്ത രാഘവനോട് അതിക്രുദ്ധനായൊരു സൗമിത്രേ ചൊല്ലിയിടിനാൻ. വധ്യനായൊരു സുഗ്രീവനെ സത്വരം ഹത്വാ വിടകൊൾവനദ്യതവാന്തികം. ആജ്ഞയാവാശു മാമെന്നു പറഞ്ഞിത് പ്രാജ്ഞനായൊരു സൗമിത്രാതനയനം ആദായ ചാപതൂണീര ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധും അഭ്യോദ്യതം സ്തോതരം കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടെന്നു നിന്നോട്. ഇനിയും പറയുന്നു ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി കിന്തു ഭയപ്പെടുത്തി ഭയപ്പെടുത്തിയിടുകന്നേ വരൂ. ബാലിയെപ്പോലെ നിനക്കും വിലയോട് കാലപുരത്തിന് പോകാമറിയണീ. യുദ്ധം അവനോട് ചെന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ട് കൊണ്ടു നീ വേഗേന വന്നാൽ അതിനനുരൂപമാകൂതമോർത്തു കർത്തവ്യമനന്തരം. അവ ശ്രീരാമന് വളരെ ദുഃഖിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ദുഃഖിച്ച് ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധോത്താപേന വളരെ ദുഃഖത്തോടു കൂടിയാണ് ലക്ഷ്മണൻ തന്നോട് ചൊല്ലാം. പാപമയ്യോ മമകാന്തകുമാരാനി ജാനകീദേവി മരിച്ചതോ കുത്രജിൽ മാനസതാപേന ജീവിച്ചിരിക്കുകയോ. ജാനകീദേവി ഉണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ, അതോ മരിച്ചോ എന്നുള്ള ഒരു സംശയാസ്പദ രീതിയിലാണ് അനുജനായ ലക്ഷ്മണനോട് പറയുന്നത്. അപ്പോൾ എവിടെയാണ് എന്നുള്ളതൊന്നും അറിഞ്ഞായിരുന്നേ കൊള്ളാരും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. എന്നിട്ട് പറയുന്നു ആ ദുഷ്ടനായ നിശാചരനെ ചെന്ന് അവൻ്റെ കുലവും മുടിച്ചു ഞാൻ ജാനകിദേവിയെ കൊണ്ടുവരും എന്ന് അവിടെ വെച്ച് പറയുന്നതാണ്. അപ്പോൾ എന്നായിരിക്കും ഒന്ന് കാണാൻ പറ്റുന്നത് എന്നുള്ള ആ ദുഃഖത്തോടു കൂടി കണ്ണീർ വാർത്ത് ശ്രീരാമചന്ദ്രൻ വിവശനാകുന്ന ഒരു സംഭവമാണ്. അതിനുശേഷം പറയുകയാണ്, ലക്ഷ്മണനോട് പറയുക, സുഗ്രീവൻ്റെ കാര്യം കണ്ടില്ലേ, നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ മദ്യപാനാസക്തചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞതന്ത്രേ സുമിത്രാത്മജ. മൈക്കണ്ണിമാരോടും കൂടെ ദിവാനിശം രാത്രിയും പകലും സ്ത്രീകളുമൊക്കെ ആയിട്ട് മദ്യപാനമൊക്കെ ചെയ്ത് സൂചിച്ചവൻ വാഴുകയാണ്. നമ്മുടെ കാര്യങ്ങളൊന്നും അതിന് ശേഷം ഒരു വിഷയങ്ങളും വന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. എന്തായി എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ദുഷ്ടരിൽ മുമ്പുണ്ട് സുഗ്രീവനോർക്ക നീ. പിന്നെ പറയുന്നത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്നവരെ തിരിച്ച് സഹായം ചെയ്യണം എന്നുകൂടി ഇവിടെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് വളരെയധികം കോപത്തോടുകൂടി എല്ലാ അസ്ത്രശസ്ത്രങ്ങളും അമ്പും വില്ലും ഒക്കെ എടുത്തിട്ട് ലക്ഷ്മണൻ പോവാം. ഇപ്പം ഞാൻ അവനെ ചെന്നിട്ട് കൊന്നിട്ട് വരാം എന്നുള്ള രീതിയിൽ ലക്ഷ്മണൻ പോകാൻ തയ്യാറാകുമ്പോൾ പറയുന്നു അവനെൻ്റെ സഖാവാണ്, എൻ്റെ മിത്രമാണ്, നീ അവനെ കൊല്ലരുത്. അവനോട് പറയേണ്ടത് ബാലിയെ നിഗ്രഹിച്ചതുപോലെ നിനക്കും ആപത്താണ്, നിഗ്രഹിക്കാൻ ഇടയാകരുത് എന്ന് താക്കീത് കൊടുക്കുകയാകാവൂ എന്ന് ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രൻ പറയുന്നു. അതിനുശേഷം ലക്ഷ്മണൻ്റെ പുറപ്പാട് ലക്ഷ്മണൻ ചെന്ന് പറയുന്ന വിഷയമാണ്. അഗ്രജാമാത്മജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ. കിഷ്കിന്ധയോടും ദഹിച്ച് മോപോമപ്പോഴേ മർക്കടജാതിന്യാദികളെന്ന് തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാൻ അനാകുല സജ്ഞൻ അജ്ഞാനിയായുള്ള മാനുഷനെപ്പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു
ദുഷ്കൃതശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നുടെ സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരാപരാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസ അജ്ഞാന സംജൂതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ? ഞാനെന്ന് സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവ ജഗന്മായാനാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂ യഥാ രാമനായി മനുഷ്യ വ്യാപാരജായതയാം രാമായണ അഭിലാനമാനന്ദജാതിയാം സൽക്കഥാം ഇപ്രപഞ്ചത്തിലൊക്കവേ വിഖ്യാതം യാക്കുവാൻ ആനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥ സിദ്ധയെ തത്തൽ ക്രിയാകാലദേശോചിതം നിജാചിത്തെ പരിഗ്രഹിച്ചിടിനാൻ ഈശ്വരൻ സത്വാദികളാം ഗുണങ്ങളിൽ ഞാൻ താൻ അരുരത്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാൻ അവ്യക്തനദ്വയൻ കാമാദികളിൽ വിലിപ്തനവ്യയൻ വ്യോമവ്യാപ്തൻ അനന്തനാമയൻ ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക് പ്രബോധമുണ്ടാം എന്നു ചൊല്ലുന്നു ഭക്ത ചിത്താനുസാരേണ സഞ്ജാതയെ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണലിയൊട്ടിതു മർക്കടന്മാരവരെ അവനെ കണ്ടുപേടിച്ചു ചക്രുക്കിലീല ശബ്ദം പരവശാൽ വപ്രോപരിപാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോട് കയ്യിൽ പിടിച്ചു ഏവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിൽ അഭ്യോദ്യതനായ സൗമിത്രി വില്ലും കുലയെ കുലച്ചു വലിച്ചിതു ഭല്ലുക വൃന്ദവും വല്ലാതെയായിതു ലക്ഷ്മണനാഗതനായ ഇതറിഞ്ഞധ തൽക്ഷണമംഗതനോടി വന്നിടിനാൻ ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ പ്രീതനായ ആശ്ലേഷവും ചെയ്ത് അവനോടും ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ ഗച്ഛവത്സ ത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലി ചെയ്ത കാര്യം വിളിക്കും എന്നാശു നീ ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥ വിളംബിതം വരും ഉഗ്രനാമഗ്രജൻ എന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്ഷണാൽ അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടു സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിലെത്രേ വരൂ എന്നതരുൾ ചെയ്തു പിന്നെ പറന്നു ചൊന്നത് കേട്ടൊരു ബാലീതനയനും തന്നിലുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്ന് സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനെ കാപേയ ഭാവം കളഞ്ഞു വന്ദിക്കയെന്നാപത്ത് അതല്ലായിലുണ്ടായി വരും ദൃഢം സന്ത്രസ്തനായ സുഗ്രീവൻ അത് കേട്ട് മന്ത്രിപ്രവരനം മാരുതി എന്നോട് ചിന്തിച്ച് ചൊല്ലിനാൻ അങ്കദനോടും കൂടന്തികെ ചെന്ന് വന്ദിക്ക സൗമിത്രികെ സ്വാന്തനം ചെയ്ത് കൂട്ടിക്കൊണ്ടു പോരുക ശാന്തനായ ഒരു സുമിത്രാതനയനെ മാരുതിയെ പറഞ്ഞേവമയിച്ച താരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൻ താരാധിപാനനെ പോകണമാശുനി താരേ മനോഹരെ ലക്ഷ്മണൻ തന്നുടെ ഭാരത്ത് ചെന്നും കോപത്തെ ശമിപ്പിക്കനീ സാരവാക്യങ്ങളായി പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോൻ എന്നെയും വേഗേന കാട്ടി കലുഷഭാവത്തെയും തീർക്കണം. യുദ്ധമർത്ഥാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകാംക്ഷ്യാം പ്രവേശിച്ചു നിന്നീടിനാൾ. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാൻ. ഭക്ത്യാകുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിയിടിനാൻ. എന്തു പുറത്തു ഭാഗേ നിന്നരുളുവാനന്തപുരത്തിൽ
മാരെഴുന്നള്ളണം രാജതാരങ്ങളും നഗരാഭയും. രാജാവ് സുഗ്രീവനെയും കനിവോട് കണ്ട് പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. യുദ്ധം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദം മന്ദം നടന്നിതു. യൂധവന്മാർ മരുവീടും മണിയമയ സൗധങ്ങളും പൂരി ശോഭയും കണ്ട് കണ്ട് ആനന്ദം ഉൾക്കൊണ്ടു മധ്യ ഭക്ഷ്യാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു. താരേശതുല്യമുഖിയായ മാനിനി താരാജഗൻ മനോമോഹിനി സുന്ദരി ലക്ഷ്മീ സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചെന്നാളഹോ തവ മന്ദിരമായി അതിതന്ന് അറിഞ്ഞിരയോ. ഭക്തനായത്രയും ഉത്തമനായി തവ ഭൃത്യനായ ഒരു കവീന്ദ്രനോട് ഇങ്ങനെ കോപമുണ്ടായാൽ അവനെന്തൊരു ഗതിയാവില്യം ഏറുമിജാതികൾക്കോർക്കണം. മർക്കടവീരം ബഹുകാലമുണ്ടല്ലോ യുദ്ധം അനുഭവിച്ചിടുന്നു ധീരയായി കാലം. ആശുഭവൽ കൃപയാ പരിരക്ഷിതനാകിയാൽ സൗഖ്യം കലർന്നവൻ വീണാവാണാനതും വിപരീതമായി കീഴായിക വേണം ദയാനിധേ ഭക്തപരായണ. നാനാദിഗന്ധരം തോറും വരുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടിതോ. 10 ദിക്കിനും കവികുല പ്രൗഢരും വന്നു നിറഞ്ഞു തുകാങ്കിവിടെ പുനരൊന്നിനും ദണ്ഡമില്ലിനിയില്ല നിർണയം. നക്തഞ്ചരകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കവിസത്തമന്മാരെല്ലാം. പുത്രകളത്ര മിത്രാന്വിതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവതാപാദാംബുജം വന്നിച്ചു കാര്യവുമായി സാധിക്കാം അറിഞ്ഞാലും. താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ ഭാരത ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രപം മിത്രസ്ഥനായ സുഗ്രീവനും സത്വരമുദ്ധാനവും ചെയ്തു ബന്ധിച്ചു മത്തനായി വിഹ്വലതേക്ഷണനാം കവിസത്തമനെ കൊണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ വൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതൻ എന്നു അറിക നീ. അഗ്രജമാർഗം ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചെന്നത് കേട്ടതിനുത്തരം മാരുതപുത്രൻ ചൊല്ലിനാൻ യുദ്ധമരുൾ ചെയ്വതിനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കവിസത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യം ലംഘിക്കയില്ല കപീശ്വരൻ. കാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നത് താമസമെന്നിയ വാനര പുങ്കവൻ വിസ്മൃതനായിരുന്നിടുകയില്ലേതും വിസ്മയമാമാറു കണ്ടിരയോ ഭവാൻ. വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതം നാരായ വാനരവീരരെ ശ്രീരാമകാര്യം അശേഷേണ സാധിക്കാം. ആമയമെന്നേ വാനരനായകന്മാരിത് ചൊന്നത് കേട്ട് സൗമിത്രിയും ആരൂഢലജ്ജനായി നിൽക്കും ദശാന്തരേ സുഗ്രീവനർഘ്യപാദ്യാദേന പൂജ ചെയ്ത് അഗ്രഭാഗേ വീണ്ടും വണങ്ങിനാൻ ശ്രീരാമ. ദാസോഹമാഹന്തരാഘവാ കാരുണ്യശാലേന രക്ഷിതനദ്യ ഞാൻ. ലോകത്രയത്തെ ക്ഷണാർത്ഥം കൊണ്ടുകൊണ്ട് കരാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളെ വരും തന്നിയോഗത്തെ വഹിക്കുന്നു. അർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രയും ഉൾക്കാൻ വഴിഞ്ഞവനോട് ചൊല്ലിയിടിനാൻ ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീര നിങ്ങൾ. പ്രണയം അധികമുണ്ടാകയാൽ സങ്കടം കൊണ്ട് പറഞ്ഞതു ഞാനടോ. വൈകാതെ പോക വനത്തിന് നാം ഇനി രാഘവൻ താനേ വസിക്കുന്നതുമെടോ. സുഗ്രീവൻ രാമസന്നിധിയിൽ അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങിനി പാർക്കയില്ലെന്നു സുഗ്രീവനം തേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരീ മൃദംഗ ശംഖാദിനാഥത്തോടും മഞ്ജനാപുത്ര നീരാംഗദാദ്യൈരലമഞ്ജസ വാനരസേനയോടും തഥാ
ചാമരശ്വേത ശ്വേതാത പത്രവ്യജനവാൻ സാമരസൈന്യാഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിനൻ ആമോദമോട് നടന്നു കവിവരൻ. ഗഹ്വരാദ്വാരി ശിലാതലെ വാഴുന്ന വിഹുലമാനസം ചീരാജീനകരം ശ്യാമം ജടാമകുടോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃഗസ്മിതയാരുമുഖാംബുജം കാന്താവിരഹസന്തപ്തം മനോഹരം കാന്തം മൃഗഭക്ഷി സന്ധ്യസേവിതം ദാന്തം മുതാ കണ്ടു ദുരാൽ കപിവരൻ. തേരിൽ നിന്നാശു താഴത്തിറങ്ങിയാൻ വീണരായോരു സൗമിത്രയോടും തഥാ ശ്രീരാമപാദാരവിന്ദാദികേ വീണു പൂരിച്ച ഭക്തിയാ നമസ്കരിച്ചിടിനാൻ ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോട് ഗാഠം ഉണർന്നിടിനാൻ. സൗഖ്യമല്ലീ ഭവാനെന്നുരയുടൻ അനൈക്യഭാവേന വിളിച്ചിരുത്തിയിടിനാൻ. ആതിഥ്യമായുള്ള പൂജയും ചെയ്തു ആദിത്യപുത്രനും പ്രീതി പൂണ്ടിയിടിനാൻ തുലോ. ഹരേ രാമ. ലക്ഷ്മണനെ പിന്നെ പോവുകയാണ്. പെട്ടെന്ന് തന്നെ ലക്ഷ്മണൻ ചെന്ന് വളരെ ക്രൂദ്ധനായിട്ടാണ്, അതായത് പെട്ടെന്ന് കിഷ്കിന്ധയും ദഹിപ്പിച്ചും കൊണ്ടുപോകാൻ അത്തരത്തിലുള്ള ഒരു ക്രോധത്തോടു കൂടിയാണ് ലക്ഷ്മണൻ പോകുന്നത്. ലക്ഷ്മണൻ ചെല്ലുന്നത് കണ്ടപ്പോഴേക്ക് മർക്കടന്മാരെല്ലാവരും പേടിച്ച് മലമൂത്രാദികൾ ചെയ്ത് വളരെ ഭയപ്പെട്ട് വിഹ്വലരായി അവർ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് അംഗദൻ ഇത് കാണുന്നു. അംഗദൻ ഓടി ചെന്ന് ലക്ഷ്മണനെ നമസ്കരിച്ച് എന്ന് പറയുകയാണ് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ലക്ഷ്മണൻ്റെ മനസ്സിലുള്ള ചിന്തകളാണ്. സാക്ഷാൽ മഹാവിഷ്ണുവാണ് ശ്രീരാമചന്ദ്രൻ. അത് ഒന്നതിൽ ഒരു കാര്യം, പക്ഷേ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളതല്ല ഇവിടെ പറയുന്നു. മാനുഷവേഷം പൂണ്ട് ഈ ഭൂമിയിൽ അവതരിച്ച് രാക്ഷസ നിഗ്രഹത്തിനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് ലക്ഷ്മണൻ ചിന്തിക്കുന്നത്. പെട്ടെന്ന് ചെന്ന് അംഗദൻ ശ്രീ ലക്ഷ്മണൻ അങ്ങോട്ട് ചെന്ന് നിൽക്കുമ്പോൾ അംഗദൻ ഓടി വരുന്നു. അംഗദനോട് പറയുക, വത്സാ സഖേ, നീ എന്ന് അച്ഛനോട് പറ, ഞാൻ വന്നിട്ടുണ്ട്, കാര്യങ്ങൾ ഒന്നും വിഷയമല്ല, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ നമ്മൾ പറഞ്ഞിരിക്കുന്നതെല്ലാം ചെയ്ത് പൂർണ്ണമായി ചെയ്തിട്ടില്ലെങ്കിലും വളരെയധികം ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഈ വിഷയം അവിടെ ചെന്ന് സുഗ്രീവനോട് അംഗദൻ പറയുന്നു. അംഗദൻ പെട്ടെന്ന് മാരുതിയെ വിളിക്കുന്നു, മന്ത്രിമാരൊക്കെ ആയിട്ടുള്ള മാരുതിയെ വിളിക്കുന്നു. മാരുതിയോട് പറയുകയാണ്, പെട്ടെന്ന് താരയോട് ചെന്ന് പറയണം, വളരെ കോപാകുലനായിരിക്കുന്ന ലക്ഷ്മണനെ വളരെ ശാന്തനായി തന്നെ വിളിച്ചു കൊണ്ടുവരണം എന്ന് താരയോട് പറയണം. അപ്പോൾ താരയോട് ചെന്ന് മന്ത്രിയും പറയുന്നുണ്ട്. അങ്ങനെ വളരെ സമാധാനത്തോടു കൂടി ചെന്ന് മന്ത്രിയും അവരെല്ലാം പോയി കാണുന്നു. അപ്പോഴാണ് ലക്ഷ്മി ദേവിയെപ്പോലെ വളരെ രൂപസാദൃശ്യത്തോടു കൂടിയാണ് താര വരുന്നത്. അപ്പോൾ താരയെ കണ്ട സമയത്ത് തന്നെ ലക്ഷ്മണൻ്റെ കോപം കുറച്ചങ്ങ് ഒതുങ്ങി. അപ്പോൾ പറഞ്ഞു, ഭഗവാന് എന്തിനാ ഇവിടെ വെളിയിൽ നിൽക്കുന്നത്, അകത്ത് വന്നുകൂടെ എന്ന് താര ചോദിക്കുന്നു. അങ്ങനെ താരയുടെ കൂട്ടിയിട്ട് എല്ലാവരും കൂടെ ചെന്നിട്ട് സുഗ്രീവനെ കാണുന്നു. സുഗ്രീവൻ ചെന്നിട്ട് നമസ്കരിക്കുന്നു ലക്ഷ്മണനെ. ലക്ഷ്മണൻ പറയുകയാണ്, ജ്യേഷ്ഠനെ പറഞ്ഞൊരു കാര്യമാണ് ഇത്, എന്താണോ നമുക്ക് ചെയ്യേണ്ടതായ കർമ്മങ്ങൾ എന്താ ഇതുവരെ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് വളരെ ദേഷ്യപ്പെട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒത്തിരി വിഷയം വളരെ ദേഷ്യത്തോടു കൂടിയാണ് സുഗ്രീവനോട് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചില്ലെങ്കിൽ നിന്റെ ജ്യേഷ്ഠനായ ബാലിക്ക് സംഭവിച്ചു തന്നെയായിരിക്കും നിനക്കും സംഭവിക്കുന്നത് എന്നവിടെ സൂചിപ്പിക്കുകയാണ്.
അപ്പോൾ സുഗ്രീവൻ പറയുന്ന ഇത്രയും വിഷമിക്കേണ്ട കാര്യമില്ല, നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. 10,000-കണക്കിന് കവിവീരന്മാരെ ദിക്കുകളിലൊക്കെ അയച്ചിട്ടുണ്ട്. എല്ലാം ആലോചനയ്ക്ക് വേണ്ടി ഉടൻ തന്നെ എല്ലാം സെറ്റായിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും ചെയ്യണ്ട, വിഷമിക്കണ്ട എന്ന് ലക്ഷ്മണനോട് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് സാവിധി പൂജിച്ച് ലക്ഷ്മണനെ സൽക്കരിക്കുകയല്ല, അവിടെ ചെന്നിട്ട് സാവിധി പൂജാതി കർമ്മങ്ങൾ, അതായത് എങ്ങനെയാണോ മര്യാദയോടുകൂടി എങ്ങനെയാണോ ഒരാളെ സ്വീകരിച്ചിരുത്തേണ്ട അതേ രീതിയിൽ സ്വീകരിച്ചിരുത്തി എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു. അതിനുശേഷം ലക്ഷ്മണൻ തന്നെ വളരെ വളരെ ശാന്തനായി മാറുകയാണ്. അവസാനം ലക്ഷ്മണൻ പറഞ്ഞു, എൻ്റെ ദുഃഖം പറഞ്ഞത് ഭഗവാൻ ദുഃഖത്തിൽ ദേഷ്യത്വമൊക്കെ ഞാൻ പറഞ്ഞു അതങ്ങ് ക്ഷമിക്കുക, കാരണം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ വന്നത് എന്നൊക്കെ ലക്ഷ്മണൻ സൂചിപ്പിക്കുകയാണ്. ഉടനെ തന്നെ സുഗ്രീവനും എല്ലാവരും കൂടെ എല്ലാ സന്നാഹങ്ങളോടും കൂടി ശ്രീരാമദേവനെ കാണാൻ ശ്രീരാമൻ്റെ സന്നിധിയിൽ ചെന്ന് ശ്രീരാമദേവനെ കണ്ട് വണങ്ങി തൊഴുത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള രീതിയിലാണ്, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരാമനെ കണ്ട് തൊഴുത് കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, സൗഖ്യമല്ലീ ഭവാൻ എന്ന് അനൈക്യഭാവേന വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ആതിഥ്യമായുള്ള പൂജയും ചെയ്ത് ആദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ പോലും എല്ലാവിധമായ, കാരണം എത്ര ചെയ്താലും ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിൽ ആര് ചെന്നാലും അവിടെ ശാന്തനാകുന്നു, സമാധാനപ്രിയനാകുന്നു, ഭഗവാനാണെന്നുള്ള ഒരു ഉത്തരവാദിത്തോടു കൂടിയാണ് അവിടെ നിലകൊള്ളുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ സുഗ്രീവനും മാറിപ്പോയി. സുഗ്രീവൻ്റെ എല്ലാവിധമായ ഇതും ഭഗവാനിൽ അർപ്പിക്കുകയാണ്. എല്ലാവിധമായ നന്മകളും ഞാൻ ചെയ്യും എന്നുള്ള ഇതോടുകൂടി ആ കാരുണ്യത്തോട് ശ്രീരാമനുടനെ കാരുണ്യത്തോട് ഗാഠം പുലർന്ന് പറയുകയാണ്, ചൊല്ലുകയാണ്, സൗഖ്യമല്ലേ ഭവാൻ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് കാര്യങ്ങൾ നീക്കുകയാണ്. ബാക്കിയുള്ള ഭാഗം നമ്മൾ അടുത്ത ദിവസമായിരിക്കും നമ്മൾ പറയുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഹരേ രാമ.